ഓം ശ്രീകൃഷ്ണായ നമോ നമ. ശ്രീരാമകഥാമൃതം തുടരുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജീവിതകഥ കഥാമൃതം ശ്രീരാമന്റെ ജനനമാണെന്ന് കഥയായി ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കോസല രാജ്യത്തെ മഹാരാജാവായിരുന്നു ദശരഥൻ. കോസല രാജ്യത്തിന്റെ തലസ്ഥാനം അയോധ്യയിൽ. പ്രജാക്ഷേമ തൽപരനായ ദശരഥ മഹാരാജാവ് പ്രജകളുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെയായിരുന്നു ഭരണം നിർവഹിച്ചിരുന്നത്. എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി രാജ്യഭാരം നടത്തുന്ന ദശരഥ മഹാരാജാവിനെ ഒരു ദുഃഖം അലട്ടിയിരുന്നു. എന്തെന്നാൽ സന്താന ഭാഗ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം വസിഷ്ഠ മുനിയെ വിളിച്ചിട്ട് മഹാരാജാവ് ആരാഞ്ഞു. സന്താന ഭാഗ്യം ഉണ്ടാകാൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വസിഷ്ഠമുനി പറഞ്ഞു, ഋഷ്യശൃംഗ മഹർഷിയെ വരുത്തി പുത്രകാമിഷ്ടിയാഗം ചെയ്യൂ. നിന്റെ ദുഃഖമകനും നിനക്ക് സൽപുത്രന്മാരെ ലഭിക്കും. അപ്രകാരം ദശരഥ മഹാരാജാവ് പുത്രകാമിഷ്ടിയാഗം നടത്തുകയാണ്. അഭീഷ്ടകാര്യ സിദ്ധിക്കായി എല്ലാ പ്രാർത്ഥനയോടും കൂടി നടക്കുന്ന കാര്യങ്ങൾ ഫലവത്താകും എന്ന് പറഞ്ഞതുപോലെ യാഗ അവസാനം യജ്ഞശാലയിൽ നിന്നും അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുകയും ദിവ്യമായ ഒരു പായസം ദശരഥ മഹാരാജാവിന് നൽകുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ദേവനിർമ്മിതമായ ഈ പായസം നിന്റെ ഭാര്യമാർക്ക് കൊടുക്കുക. സൽപുത്രന്മാരെ ലഭിക്കും എന്ന് മാത്രമല്ല, പരമാത്മാവായ ഭഗവാൻ തന്നെ നിന്റെ പുത്രനായി ജനിക്കും എന്ന് വരവും കൊടുത്ത് ദേവൻ മാറി. യഥാവിധി ഭാര്യമാർ 3 പേരും ഗർഭിണികളായി. കിട്ടിയ പായസത്തിൽ പകുതി കൗസല്യാദേവിക്കും നേർപകുതി കൈകേയിക്കും നൽകി. അവർ കിട്ടിയ പായസത്തിൽ നേർപകുതി വീതം സുമിത്രാദേവിക്കും അവർ നൽകുകയുണ്ടായി. അങ്ങനെ 4 സത്പുത്രന്മാർ അവരുണ്ടായി. എന്നാൽ ഇവിടെ കൗസല്യാദേവിക്കുണ്ടായ പുത്രൻ 4 തൃക്കൈകളോടും 4 തൃക്കൈകളിൽ ശംഖചക്ര ഗദാ പത്മധാരിയായും മകരകുണ്ടലങ്ങളുടെ ശോഭയോടും കൂടി ചൈത്രമാസത്തിലെ ശുക്ല നവമി ദിവസം കർക്കിടകം ലഗ്നത്തിൽ പുണർന്നം നക്ഷത്രത്തിൽ 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന മേടം രാശിയിൽ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടികളോടെയുള്ള ആ സമയത്ത് ആയിരുന്നു ഭഗവാന്റെ ജനനം. അപ്പം തന്നെയാണ് 3 മക്കളും ജനിക്കുകയുണ്ടായത്. ഇത് കണ്ട കൗസല്യാദേവിക്ക് പരിഭ്രമമായി. എന്താണ് പ്രഭു ഇങ്ങനെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദശരഥ മഹാരാജാവും പത്നിയും കഴിഞ്ഞ ജന്മത്തിൽ ഭഗവാനെ ധ്യാനിക്കുകയും ഭഗവാൻ തന്നെ മകനായി പിറക്കണം എന്ന് വരം മേടിക്കുകയും ഉണ്ടായി. ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുന്നു. കാരണം രാക്ഷസ രാജാവായ രാവണന്റെ ശല്യം നിമിത്തം, ദുർനടത്ത നിമിത്തം, ദുർപ്രവർത്തികൾ നിമിത്തം ഭൂമിദേവി അനുഭവിക്കുന്ന ഭാരം, അവിടുത്തെ പ്രജകൾക്കുണ്ടാകുന്ന കഷ്ടതകൾ നീക്കുന്നതിനായി ബ്രഹ്മാവും അതുപോലെ മുനിശ്രേഷ്ഠന്മാരും എന്നെ വന്ന് കാണുകയും ഭൂമിയിൽ മനുഷ്യനായി അവതാരമെടുത്ത് ഭൂമിദേവിയുടെ ഭാരം തീർക്കണമെന്നും പ്രാർത്ഥിക്കുകയുണ്ടായി. അതിൻ പ്രകാരമാണ് മാതാവേ ഞാൻ മാതാവിന്റെ വയറ്റിൽ പിറവിയെടുത്തത്. പരിഭ്രമം പൂണ്ട കൗസല്യാദേവി തൊഴുതു പറഞ്ഞു, ഭഗവാൻ ബാലലീലകൾ കാണാൻ
എനിക്ക് അവസരം തരണം. ഈ രൂപം മറ്റൊരാൾ കാണുന്നതിന് മുമ്പേ എന്നെ ആ രൂപത്തിൽ കാണിച്ചു തരണമേ. എനിക്ക് അവിടുത്തെ ലീലകൾ കാണാനുള്ള അവസരം ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിന് പ്രകാരം ബാലകനായി പ്രത്യക്ഷപ്പെടുകയും കുട്ടികൾ 4 പേരും കൈകേയി ദേവിയുടെ ഭരതനും സുമിത്രാദേവിയുടെ ഭരത ശത്രുഘ്നന്മാരും 4 പുത്രന്മാരും ഒരേപോലെ കൊട്ടാരത്തിൽ വളർന്നു. സമയാസമയം അവർക്ക് വേണ്ട ശാസ്ത്രവിധികളും ആയോധന കലകളും എല്ലാം യഥാവിധി അവരെ വസിഷ്ഠഗുരു പഠിപ്പിച്ചു. രാജ്യത്തെ പൗരന്മാരുടെ കാര്യങ്ങളിൽ മുഴുകി രാജാവിന് സഹായികളായി 4 കുമാരന്മാരും ധർമ്മശാസ്ത്രത്തെ പല മുനികളിൽ നിന്നും ഹൃദയസ്ഥമാക്കി അവരെ മാതാപിതാക്കളോടൊപ്പം താമസിച്ചു. ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് എടുത്ത ഒരു 7 നമുക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം.